നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടാരക്കരയിൽ മദ്രസയിൽ പട്ടാപ്പകൽ മോഷണം. അധ്യാപകരുടെ പണം കവർന്നു. സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം. കൂടരഞ്ഞയിൽ പുലി ഇറങ്ങിയെന്ന് ഉറപ്പായി. കാൽപ്പാടുകൾ പുലിയുടേതെന്ന് വനം വകുപ്പ് അധികൃതർ. മേഖലയിൽ കൂട് സ്ഥാപിക്കും. കടുവാഭീതി ഒഴിയാതെ പീരുമേട് പരുന്തുംപാറ മേഖല. സ്വകാര്യ ബസ് അപകടത്തിൽ പരുക്കേറ്റ വയോധിക മരിച്ചു. ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതര പരുക്കേറ്റത് ഇന്നലെ. അപകടം തൃശൂർ വടക്കാഞ്ചേരിയിൽ. സെക്കൻഡ് ഹാൻഡ് TV കേടായതിനെ ചൊല്ലി കടയിൽ കയറി അതിക്രമം. കാട്ടാക്കടയിൽ ഇലക്ട്രോണിക്സ് കടയിലെ ജീവനക്കാരന് മർദ്ദനം. കടയിലെ TV നശിപ്പിച്ചതായും പരാതി. കേസെടുത്ത് പോലീസ്. MTക്ക് ആദരവുമായി വേറിട്ട ആവിഷ്കാരം. കലോപഹാരം ഒരുക്കി നർത്തകരും ശില്പികളും നെയ്ത്തുകാരും. സർഗസൃഷ്ടികളുടെ പ്രദർശനം കോഴിക്കോട് ഇരിങ്ങലിൽ. MTക്ക് കൂടല്ലൂരിൽ സ്മാരകം നിർമ്മിക്കാൻ മുൻകൈയെടുക്കുമെന്ന മന്ത്രി MP രാജേഷ്. വാർത്തകൾ വിശദമായി. കൊട്ടാരക്കരയിൽ മദ്രസയിൽ പട്ടാപ്പകൽ മോഷണം. അധ്യാപകരുടെ 60,000 രൂപ കവർന്നു. മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന ഒരാളുടെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. വിനീഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. വിനീഷ്, പട്ടാപ്പകലാണ് ഇപ്പോൾ ഒരു മോഷണം സംഭവിച്ചിരിക്കുന്നത്, അതും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെയുള്ള ഒരു പൊതു സ്ഥലത്ത് തന്നെ. 60,000 രൂപയാണ് നഷ്ടമായത്. മറ്റെന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? അതുപോലെ തന്നെ CCTV ദൃശ്യത്തിൽ നിന്നും പ്രതിയുടേതെന്ന് സംശയിക്കുന്ന എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഇന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള ഒരു മോഷണം ഉണ്ടായത്. കൊട്ടാരക്കരയിലെ ഹയാത്തുൽ ഇമാൻ അൽ ഇസ്ലാമിയ മദ്രസയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അത് ഈരാറ്റുപേട്ട സ്വദേശിയായ അധ്യാപകൻ ഫർസിൻ, അതുപോലെ തന്നെ കൊട്ടാരക്കര സ്വദേശിയായ അധ്യാപകൻ സിദ്ദിഖ് മൗലവി എന്നിവരുടെ പണമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇതിൽ സിദ്ദിഖ് മൗലവിയുടെ വീട് പണിക്കായി സൂക്ഷിച്ചിരുന്ന 25,000 രൂപയാണ് കവർന്നത്. ഈ അധ്യാപകൻ ഫർസിന്റെ 8,000 രൂപയും കവർന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്ലാസ്റ്റിക് വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന നിക്ഷേപ തുകയും വഞ്ചി നശിപ്പിച്ചു. അതായത് ഒരു കത്രിക ഉപയോഗിച്ച് മോഷ്ടാവ് വഞ്ചി കീറിയതിന് ശേഷമാണ് അതിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 കൂടിയായിരുന്നു ഈ ഒരു മോഷണം നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ മദ്രസയിലെ ജുമാ നമസ്കാരം നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പള്ളിക്കുള്ളിലായിരുന്നു. ഈ സമയത്താണ് ഒരാൾ അവിടെ എത്തുകയും മാസ്ക് ധാരിയായ ഒരാൾ എത്തുകയും അങ്ങനെ ഈ മുകളിലത്തെ നിലയിലേക്ക്, അതായത് ഈ ഇവർ താമസിച്ചിരുന്ന നിലയിലേക്ക് കടന്നു പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നത്. അങ്ങനെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ പട്ടാപ്പകൽ ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നത് അതീവ ഗൗരവത്തോടെയാണ് അതിനെ കാണുന്നത്. വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് കാലിൽ കയറി ഗുരുതര പരുക്കേറ്റ വയോധിക മരിച്ചു. വടക്കാഞ്ചേരി 1-ാം കല്ല് സ്വദേശി പുതുവീട്ടിൽ നബീസയാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 1-ാം കല്ലിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണപ്പെട്ടത്. കോഴിക്കോട് കൂടരഞ്ഞയിൽ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചു. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കി. പറമ്പിലേക്ക് ആടുമായി പോയ വീട്ടമ്മ ഗ്രേസിയാണ് പുലിയെ കണ്ടത്. രക്ഷപ്പെടുന്നതിനിടയിൽ ഗ്രേസിക്ക് വീണ് പരിക്കേറ്റിരുന്നു. വന്യജീവി ശല്യം ചെറുക്കാൻ നടപടി ഉണ്ടാകുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. മേഖലയിൽ കൂട് സ്ഥാപിക്കും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് വ്യക്തമായി കഴിഞ്ഞല്ലോ, പുലിയുടേതാണ് എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് തന്നെ കൂട് വെച്ച് ക്യാമറയും സ്ഥാപിച്ച് പുലിയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് കിടക്കുന്നത്. അതിവേഗത്തിൽ അതിന്റെ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 25ഓളം വരുന്ന RRT ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ RRT ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം ഇപ്പോൾ സന്ദർശിക്കുന്നുണ്ട്. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾക്ക് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോ RRTന്റെ കോഴിക്കോട് കക്കയം RRT ടീമും പിന്നെ ഈ താമരശ്ശേരി റേഞ്ചിലെ മറ്റ് സ്റ്റാഫുകളും കൂടിയിട്ടാണ് ഇപ്പം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശോധനയിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പുലിന്റെ കാൽപാദങ്ങളും അതേപോലെ അതിന്റെ കാഷ്ടവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പുലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ അടുത്ത നടപടി
ക്യാമറയിൽ ഇതുവരെ കുടുങ്ങിയിട്ടില്ല. ക്യാമറ ഒരാഴ്ചയായിട്ട് ക്യാമറ പല സ്ഥലത്തായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടും ക്യാമറ കുടുങ്ങിയിട്ടില്ല. അപ്പൊ ഇനി കൂട് വെക്കാന്നുള്ള ഒരു ഇതാണ്. ബഹുമാനപ്പെട്ട MLA അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നമ്മളെ മേലധികാരികളായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇത്രയും പെട്ടെന്ന് കൂട് വെക്കാനുള്ള നടപടി ആരംഭിക്കുന്നതാണ് കിട്ടിയ നിർദ്ദേശം. ഇപ്പം 25ഓളം സ്റ്റാഫ് ഈ പ്രദേശത്ത് പരാബുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ആര്യങ്കാവ് KSRTC ഡിപ്പോ ഇന്റർസ്റ്റേറ്റ് ടെർമിനൽ ഡിപ്പോ ആയി ഉയർത്തി. തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവ് ഡിപ്പോയിലേക്കുള്ള ആദ്യ ബസ് സർവീസിനും തുടക്കമായി. തിരുനെൽവേലിയിൽ നിന്നും തമിഴ്നാട് RTCയുടെ 3 ട്രിപ്പും തുടങ്ങി കണക്ഷനായി KSRTCയുടെ ആര്യങ്കാവ് പുനലൂർ കൊല്ലം സർവീസുമായാണ് തുടങ്ങിയത്. ഫ്ളാഗ് ഓഫ് മന്ത്രി KB ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി SS ശിവകുമാറും ചേർന്ന് നിർവഹിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിച്ച വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നിലവിലുള്ള ഡയാലിസിസ് സംവിധാനം വിപുലപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സ്പെഷ്യാലിറ്റി വിഭാഗവും വികസിപ്പിക്കും. ഓർത്തോ വിഭാഗം ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. അഡ്വക്കേറ്റ് U പ്രതിഭ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച MT വാസുദേവൻ നായർക്ക് കലാകാരന്മാരുടെയും സർഗാലയയുടെയും ആദരം. MTയെ ആധാരമാക്കിയ കലാസൃഷ്ടികളുടെ പ്രദർശനം കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയത്തിലാണ് നടക്കുന്നത്. ചിത്രരചയിതാക്കളും ശില്പികളും നെയ്ത്തുകാരും കരകൗശല വിദഗ്ധരും നർത്തകരും അവരവരുടെ മാധ്യമങ്ങളിലൂടെ MTയെ ആവിഷ്കരിക്കുന്നു. നെയ്ത്തിൽ കണ്ണൂർ IIHTയിലെ മനോഹരൻ, കളിമണ്ണിൽ അരുൺ AK, മരത്തിൽ S അശോക് കുമാർ, ചുമർ ചിത്രത്തിൽ നവീൻ കുമാർ, കാരിക്കേച്ചറിൽ മധുസൂദനൻ, വുഡ് കാർവിംഗിൽ സുരേന്ദ്രൻ VP, അക്ഷരവരയിൽ പവിത്രൻ ഇരിങ്ങൽ, മെറ്റൽ എൻഗ്രേവിംഗിൽ വാസുദേവൻ നായർ, വാട്ടർ കളറിലെ പോർട്രേറ്റ് പെയിന്റിംഗിൽ അഭിലാഷ് തിരുവോത്ത്, അക്രിലിക് കളറിൽ ഷിൻജിത് കുമാർ, പേപ്പർ ക്വില്ലിംഗിൽ ആശ, ദാരുകലയിൽ ശ്രീനി എടവണ്ണ എന്നിവരാണ് MTയെ ആവിഷ്കരിക്കുന്നത്. ഇരിങ്ങൽ സർഗാലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കലാ കരകൗശലമേളയിലെ ശില്പശാലയിൽ പിറവികൊണ്ട സർഗസൃഷ്ടികളുടെ പ്രദർശനം M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. MTയുടെ രണ്ടാമൂഴത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കളരി, ഭരതനാട്യവും മോഹിനിയാട്ടവും സമന്വയിപ്പിച്ച് എറണാകുളം തുടിപ്പ് ഡാൻസ് അക്കാദമി ആവിഷ്കരിച്ച ഒറ്റ എന്ന നൃത്തനാടകം ഇവയൊക്കെ അരങ്ങേറി. MTയുടെ ഫോട്ടോകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. MTക്ക് കൂടല്ലൂരിൽ സ്മാരകം നിർമ്മിക്കാൻ മുൻകൈ എടുക്കുമെന്ന് മന്ത്രി MP രാജേഷ്. അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലാണ് സ്നേഹപ്രണാമം എന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലങ്കോട് ലീലാകൃഷ്ണൻ, ബെന്യാമിൻ, മമ്മിക്കുട്ടി MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാൻ MTക്ക് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിനായി ഇക്കുറി ഇടുക്കിയിലെത്തിയത് റെക്കോർഡ് സഞ്ചാരികളാണ്. ഡിസംബറിൽ മാത്രം 4 ലക്ഷത്തോളം പേരാണ് ഹൈറേഞ്ചിൽ ഭംഗി കാണാനെത്തിയത്. ക്രിസ്മസ് അവധിക്കാലത്ത് ഓരോ ദിവസവും ഇടുക്കിയിലെത്തിയത് 10,000. ഈ തിരക്ക് ന്യൂ ഇയർ കഴിഞ്ഞും തുടരുകയാണ്. DTPCയുടെ നിയന്ത്രണത്തിലുള്ള സെന്ററുകളിൽ മാത്രം ഡിസംബറിലെത്തിയത് 4 ലക്ഷത്തോളം സഞ്ചാരികൾ. വാഗമൺ മൊട്ടക്കുന്നിലും അഡ്വഞ്ചർ പാർക്കിലുമാണ് ഏറ്റവുമധികം പേരെത്തിയത്. മൂന്നാറിനും വാഗമണ്ണിനും തേക്കടിക്കുമൊപ്പം ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളുടെ നല്ല തിരക്കാണ്. രാമക്കൽമേട് ഉൾപ്പെടെ പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. സഞ്ചാരികൾ കൂടുതൽ 2025 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2023 കൂടുതൽ സഞ്ചാരികൾ 2024 എത്തപ്പെട്ടത് ടൂറിസം മേഖലയ്ക്കും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും എല്ലാം ഒരു ശുഭസൂചകമായാണ് ഞങ്ങൾ കാണുന്നത്. മെയ് മാസത്തിലാണ് ഏറ്റവുമധികം സഞ്ചാരികൾ ഇടുക്കിയിലെത്തിയത്. 5 ലക്ഷത്തോളം പേർ മെയ് മാസത്തിലെത്തി. ജനുവരി, ഏപ്രിൽ, നവംബർ മാസങ്ങളിലും 3.5 ലക്ഷത്തോളം സഞ്ചാരികളെത്തി. DTPC സെന്ററുകൾ സന്ദർശിക്കാതെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി മടങ്ങിയതും 10,000-ങ്ങളാണ്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം
കാട്ടാക്കട എട്ടിരുത്തിയിൽ ഇലക്ട്രോണിക്സ് കടയിലെത്തിയ സംഘം ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. ജീവനക്കാരനായ ജോർജിനാണ് മർദ്ദനമേറ്റത്. 3 മാസം മുൻപ് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് TV കേടായി എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കൂന്താണി സ്വദേശി രാജീവിനെതിരെ ഉടമ പോലീസിൽ പരാതി നൽകി. കടയിലുണ്ടായിരുന്ന TV നശിപ്പിച്ചതായും പരാതിയിലുണ്ട്. കാട്ടാക്കട പോലീസ് കേസെടുത്തു. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. RSS BJP പ്രവർത്തകരായ 9 പേരാണ് പ്രതികൾ. RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷ ജനുവരി 7 വിധിക്കും. 2005 ഒക്ടോബർ 3 കൊലപാതകം നടന്നത്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആനന്ദൻകുടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. MP ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ ചെലവിട്ടാണ് പുനർനിർമ്മാണം നടന്നത്. AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ MLA അധ്യക്ഷനായി. സംസ്ഥാനത്ത് പ്രളയ ഭീഷണി വർദ്ധിച്ചതായി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പഠനം. കേരളം പ്രളയത്തിന്റെ അതീവ ഗുരുതര വിഭാഗത്തിൽ ആണെന്നാണ് റിപ്പോർട്ട്. 2018 പ്രളയമടക്കം നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പഠനം പുറത്തുവരുന്നത്. കേരള തീരത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത്, തീരത്തിന്റെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയാണ് പ്രളയഭീഷണി വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങൾ. എന്നാൽ ചുഴലിക്കാറ്റ്, ഉഷ്ണതരംഗം എന്നിവയുടെ തീവ്രത കേരളത്തിൽ താരതമ്യേന കുറവാണെന്നും പഠനം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിലുണ്ടായ മാറ്റങ്ങളും സമുദ്രനിരപ്പ് ഉയരുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും താരതമ്യേന തീവ്രതയിൽ കൂടുതലായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം എന്നിവയുൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ കടൽനിരപ്പ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോഴിക്കോട് ഉയർന്ന തീവ്രതാ വിഭാഗത്തിലുള്ള ജില്ലയാണ്. IPCC 6 അന്താരാഷ്ട്ര കാലാവസ്ഥാ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പുതിയ പഠനം. ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാകുമെന്നത് ഇതിലൂടെ മനസ്സിലാകും. ഈ പഠനത്തിൽ 14 തരത്തിലുള്ള അപകട സാധ്യതകളെ അടിസ്ഥാനമാക്കി ഒരു സൂചിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സൂചിക പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ശാരീരിക അപകടങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ തീരദേശ പ്രദേശം ആന്ധ്രാപ്രദേശാണ്. കടൽനിരപ്പുയരൽ, വെള്ളപ്പൊക്ക സാധ്യത, തീരത്തെ മാറ്റം, ഉഷ്ണതരംഗം, ചുഴലിക്കാറ്റ് സാധ്യത തുടങ്ങിയ അപകടങ്ങൾ ബിസിനസ്സുകളെയും കമ്മ്യൂണിറ്റികളെയും സാമൂഹിക ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനത്തിൽ പറയുന്നു. പടിഞ്ഞാറൻ തീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റ് അപകടങ്ങൾക്ക് ഉയർന്ന സാധ്യതകളുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18. തിരുവനന്തപുരത്തെ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങി രാജസ്ഥാനിൽ നിന്നുള്ള മംഗനിയൻ സംഘം. കോവളത്ത് ജനുവരി 14 മുതൽ നടക്കുന്ന റാഗ് ബാഗ് ഫെസ്റ്റിവലിൽ മംഗനിയാർ സെഡക്ഷൻ അവതരിപ്പിക്കും. രാജസ്ഥാനിലെ നാടോടി സംഗീതം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സംഗീത ശില്പം സംവിധാനം ചെയ്തത് മലയാളിയായ റോയ്സ്റ്റൺ അഭേലാണ്. 700ഓളം അന്താരാഷ്ട്ര വേദികൾ പിന്നിട്ടാണ് മംഗനിയാർ സെഡക്ഷൻ കേരളത്തിൽ എത്തുന്നത്. സ്വതന്ത്ര ആശയവിനിമയ സംഘടനയായ ജനകീയ സമിതിയുടെ KE മാമൻ സ്മാരക രാഷ്ട്രസേവാ പുരസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയ്ക്ക്. മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണനും പ്രവാസി പുരസ്കാരം ഡോക്ടർ ഉമ്മൻ P എബ്രഹാമിനും നൽകും. ജനകീയ സമിതിയുടെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം DC ബുക്സ് ഓഡിറ്റോറിയത്തിൽ ഈ മാസം 7 പുരസ്കാരം സമ്മാനിക്കും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള
തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സ്വന്തമായി നിർമ്മിച്ച ടെലിപ്രോംപ്റ്ററിൽ വാർത്ത വായിക്കാനൊരുങ്ങുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇടുക്കി കുട്ടിക്കാനം മരിയൻ കോളേജിലെ മാധ്യമ പഠന വിദ്യാർത്ഥികളാണ് ടെലിപ്രോംപ്റ്റർ നിർമ്മിച്ചത്. കുറഞ്ഞ ചെലവിൽ ടെലിപ്രോംപ്റ്റർ നിർമ്മിച്ചു. മാധ്യമ പഠനരംഗത്ത് പുതിയ ചുവടുവയ്പ്പിന് തയ്യാറാവുകയാണ് ഈ വിദ്യാർത്ഥികൾ. മരിയൻ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് വിദ്യാർത്ഥികളാണ് ടെലിപ്രോംപ്റ്ററിനു പിന്നിൽ. അധ്യാപകനായ ഗിൽബർട്ട് ARന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ആവശ്യക്കാർക്ക് ടെലിപ്രോംപ്റ്റർ നിർമ്മിച്ചു നൽകാനും ഇവർ തയ്യാറാണ്. ടെലിപ്രോംപ്റ്ററിന്റെ ഉദ്ഘാടനം കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് പൊങ്ങന്താനത്ത് നിർവഹിച്ചു. ന്യൂസ് 18 കുട്ടിക്കാനം. കടുവാഭീതി ഒഴിയാതെ ഇടുക്കി പീരുമേട് പരുന്തുംപാറ മേഖല. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വിനോദസഞ്ചാരികളുടെ വാഹനത്തിനു മുൻപിൽ കടുവ ചാടിയത്. നാളുകളായി ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യവും പതിവാണ്. പീരുമേട് പരുന്തുംപാറയിൽ കടുവശല്യം കൂടിയിട്ടുണ്ട്. നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം പ്രധാന പാതയിലാണ് വിനോദസഞ്ചാരികൾ കടുവയെ കണ്ടത്. 6 മാസം മുൻപ് ഇവിടെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കടുവ ഇവിടെ എത്തിയതായി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കടന്നു വരുന്ന വിനോദസഞ്ചാരികളുടെ ജീവനും സ്വത്തിനും വേണ്ട നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. വാഗമൺ, തേക്കടി തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും പരുന്തുംപാറയിൽ എത്തുന്നുണ്ട്. കൂടാതെ മകരവിളക്ക് ദർശിക്കാനും നിരവധി പേർ ഇവിടെത്തും. മേഖലയിൽ വളർത്തുമൃഗങ്ങളെ അടക്കം മുൻപ് കടുവ പിടികൂടിയിട്ടുണ്ട്. കാട്ടാനയുടെ ശല്യവും കൂടി. ഇതേറെക്കാലമായിട്ട് ഇവിടെ ഈ കടുവയുടെ ശല്യവും മറ്റു വന്യജീവികളുടെ ശല്യവും ഇവിടെ ഏറെക്കാലമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുക്കണമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പാറയിൽ നിന്നാണ് ഇത് ചാടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ വഴി പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയേക്കുന്നത്. അതും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയേക്കുന്നത്. അത് വിജനമായ പ്രദേശമല്ല. പെട്ടെന്ന് തിരിച്ചു കയറി വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഇല്ലെന്ന പരാതിയുമുണ്ട്. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. 6 ഏക്കറിലാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വിഷരഹിത പച്ചക്കറി ഉൽപാദനമാണ് ലക്ഷ്യം. 5 ഏക്കറിൽ കുമ്പളം, മത്തൻ, തണ്ണിമത്തൻ, മുളക്, വഴുതന, വെണ്ട തുടങ്ങിയവയാണ് വളരുന്നത്. പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി. 100 അതിന്റെ 200% എന്ന് പറഞ്ഞതുപോലെ നെല്ലുൽപാദനത്തിലും വർധനവുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും പ്രതിസന്ധികൾ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ട് കാർഷിക മേഖലയിൽ. ആ പ്രതിസന്ധികളെ ഒരു പരിധി വരെ കുറയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ സർവീസ് സഹകരണ ബാങ്കുകൾ അടക്കമുള്ള സഹകരണ മേഖലയുടെ ശക്തമായ പിന്തുണയുമാണ് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ആധുനിക രീതിയിലാണ് കൃഷി. ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലസേചനം. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി വിളയിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം മേജർ മഹാദേവ ക്ഷേത്രത്തിലെ ധനു തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആദ്യ തിരുവാതിര മത്സരം നടക്കുന്ന ക്ഷേത്രമാണിവിടം. 3 പ്രധാന ക്ഷേത്രങ്ങൾ ഉള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. 10 ദിവസത്തെ ഉത്സവത്തിന് ശേഷം ജനുവരി 12-ന് തിരുവാറാട്ടോടെയാണ് സമാപനമുണ്ടാകുന്നത്. അനന്തപുരയിൽ അരങ്ങുണർന്നു. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച ജനതയാണ് വയനാട്ടിലേത്. നഷ്ടം വലുതാണെങ്കിലും അതൊന്നും തന്നെ അവരെ തളർത്തിയിട്ടില്ല. കലോത്സവ വേദിയിലെത്തിയ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ദുരന്തത്തിന്റെ ദുഃഖമെല്ലാം മറന്ന് ആവേശത്തിലാണ് ഇവരും. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു പള്ളിക്കൂടമുണ്ടേ,
പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വിദ്യാലയമുണ്ടേ. ഈ പാട്ട് നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറക്കൂല. ആ പാട്ട് ഒന്നുകൂടി പാടാൻ പറ്റുമോ? പാടാം. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. എല്ലാ ദുഃഖങ്ങളും മറന്ന് ഇവർ വീണ്ടും നമ്മുടെ കലോത്സവ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉദ്ഘാടന വേദിയിൽ ആദ്യത്തെ ഡാൻസ് നിങ്ങളുടേതായിരുന്നു അല്ലേ? എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു കലോത്സവ വേദിയിലേക്ക് എത്തിയപ്പോൾ വയനാട്ടിൽ നിന്ന്? ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സ്റ്റേജിനകത്ത് ആദ്യമായിട്ടാണ് കയറുന്നതും. അതിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. CM-നെ കണ്ടു, സംസാരിച്ചു. ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. CM എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട, സ്കൂള് എവിടെയാണോ ഉള്ളത് അതിനെ അവിടെ തന്നെ സ്ഥാപിച്ചു തരും, അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കൂൾ തിരിച്ചു വരും, എല്ലാ സപ്പോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം നിങ്ങളൊരു വലിയ ദുഃഖത്തിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് പോയത്? പ്രാക്ടീസ് ആകെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പഠിച്ചെടുത്തത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഫുൾ കോൺഫിഡൻസ്, ടീച്ചേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. അനിൽ സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. സാറുടെയും ഫുൾ എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അനിൽ സാർ തന്നെയാണ്. പിന്നെ ഉണ്ണി സാറും എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഒത്തിരി ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ദുരന്തത്തിൽ അവരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അവരുടെ വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിന്ന മാഷും, അതേ ദുരന്തം വേദിയിൽ ദൃശ്യവൽക്കരിച്ച മാഷും, 2 മാഷുമാർ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ദുരന്തത്തിലൊപ്പം നിന്ന ഒരാളാണ് മാഷ്, അതേ ദുരന്തത്തെ വേദിയിൽ എത്തിച്ച ഒരാളാണ് മാഷ്. അതിൽ രണ്ടിലും തമ്മിലുള്ളൊരു സാമ്യത, അതായത് രണ്ടിലും വിരഹമുണ്ട്, രണ്ടിലും ദുഃഖമുണ്ട്. നിങ്ങളുടെ ദുഃഖം പറഞ്ഞറിയിക്കാനും പറ്റില്ല മറ്റുള്ളവരോട്. എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ചാനലുകളിലൂടെ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക്, പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ളത്. ഇത് നേരിട്ട് അറിഞ്ഞിട്ടുള്ളത് ഇവരാണ്. പിന്നെ ഇവരെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഇതിൻ്റെ വരികളെല്ലാം ഇവർ എനിക്ക് അയച്ചു തന്നതിന് ശേഷം ഈ വരി സംഗീതത്തിലൂടെ വന്ന് നൃത്തരൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി വയനാട് ചെല്ലുമ്പോഴാണ് ഞാൻ ഉണ്ണിമാഷിനെ കാണുന്നത്. അതുവരെ ഫോണിലൂടെ ആയിരുന്നു. അപ്പോൾ ഇവരാണ് ശരിക്കും അനുഭവിച്ചവരിവരാണ്. ഞാൻ ആ അനുഭവത്തെ വിഷ്വലാക്കിയിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം ചെയ്തു എന്ന് മാത്രമാണ്. ശരിക്ക് നെടുന്തൂൺ എന്ന് പറയുന്നത് ഇവരാണ്. മാഷ് എല്ലാം നേരിൽ കണ്ട ഒരാളാണ്. അതുതന്നെ വേദിയിൽ കണ്ടപ്പോൾ മാഷിന് എന്താ തോന്നിയത്? മനസ്സ് നിറഞ്ഞു. നമ്മൾ ഒരിക്കലും ഒരു ദുഃഖത്തിൻ്റെ സന്ദേശമല്ല നൽകാൻ ഉദ്ദേശിച്ചത്, അതിജീവനത്തിൻ്റെ ഒരു സന്ദേശം അത് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഇത് ഈ വേദിയിൽ അവതരിപ്പിക്കുക, ഇത് പറയുക, ലോകത്തോട് വിളിച്ചു പറയുക. ലോകത്തെ എല്ലാ മക്കളും, വെള്ളാർമലയിലെ മക്കളും മുണ്ടക്കയിലെ മക്കളും മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മക്കളും കരുത്തോടെ മുന്നേറണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പറയുക. കുട്ടികളാണെങ്കിലും വലിയ ദുഃഖത്തിലായിരുന്നു. അവരുടെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാം നഷ്ടമായി. അവരെ അതിൽ നിന്നൊക്കെ പിടിച്ചുയർത്തി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ, ഈ വേദിയിൽ അവരെ എത്തിക്കാൻ എത്രത്തോളം നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്? അതിൽ ഞങ്ങൾ സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേറൊന്നും അറിഞ്ഞിട്ടില്ല. കുട്ടികളെ എത്തിച്ചു കൊടുക്കുക, ബാക്കിയൊക്കെ സാറായിരുന്നു. ബാക്കി പിന്നെ എത്തിക്കാനൊരു പ്രയാസമായിരുന്നു. കാരണം ഇവർ ചെതറിപ്പോയ മക്കളല്ലേ, പല പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്, റിഹേഴ്സലിന് സ്ഥലമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രാക്ടീസ് കൊടുക്കണമെങ്കിൽ ശരിക്കും വിസ്താരമായിട്ടൊരു സ്ഥലം വേണം. പിന്നെ നമുക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇവർ അവിടെ ഒരു കല്യാണ മണ്ഡപം എടുക്കുകയായിരുന്നു കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി മാത്രം. അത് ആ കല്യാണ മണ്ഡപത്തിൻ്റെ ഓണറും അത് സഹകരിച്ചത് കൊണ്ടായിരിക്കാം വയനാട്ടിൽ നിന്ന് നമുക്കത് കിട്ടിയത്. അപ്പോൾ ചെറിയൊരു LP സ്കൂളിലാണ് ഇവരുടെ പഠനം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഇവർ അങ്ങനെ ഒരു ഓഡിറ്റോറിയം റെഡിയാക്കി തന്നിട്ടാണ് അവിടെയാണ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെറും 5 ദിവസത്തെ പ്രാക്ടീസ്. 5 ദിവസം കൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കാൻ സാധിച്ചു പറയാം. കാരണം 6ാമത്തെ ദിവസം സ്റ്റേജ് അല്ലേ, സബ് ജില്ലാ കലോത്സവമല്ലേ, നന്നായിട്ട് ഗംഭീരമായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഭാരം അവർക്ക് കൊടുത്തു. അത് അവർ നന്നായിട്ട് ചെയ്യും. അവരോട് സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലായി അവർ നല്ല കോൺഫിഡൻസിലായിരുന്നു.
പിന്നെ പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് കൊടുക്കണമല്ലോ അവർക്ക്. തീർച്ചയായിട്ടും അധ്യാപകരുടെ സപ്പോർട്ട്, രക്ഷിതാക്കളുടെ സപ്പോർട്ട്, പിന്നെ ഞാനീ മലപ്പുറത്ത് ചെന്നിട്ട് വേണ്ടേ, അവരെ സമയത്തിനനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോട് കൂടെ പോയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഒരു ദുരന്തത്തിനും അങ്ങനെ ഞങ്ങളെ തളർത്താനാവില്ല, തകർക്കാനാവില്ല എന്നുള്ളൊരു സന്ദേശം കൊണ്ടാണ് വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഇന്ന് ഇവിടെ ഒന്നാമത്തെ വേദിയിലെത്തി അവരുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഷംനയോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. പുതുവർഷ ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ച് തലശ്ശേരി ഫ്ലാഷ് ബാക്ക് കൂട്ടായ്മ. തലശ്ശേരിയിലെ പൈതൃക ചരിത്ര ഭൂമികയിലൂടെ ഒരു രാത്രി യാത്രയാണ് സംഘടിപ്പിച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒരുപാട് കഥകൾ പറയാനുള്ള മണ്ണാണ് തലശ്ശേരിയുടേത്. അതിന്റെ ഓർമ്മപ്പെടുത്തലായി നിരവധി സ്മാരകങ്ങളും. ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് സംഘം യാത്ര തുടങ്ങിയത്. ജുമാഅത്ത് പള്ളി, ഗുണ്ടർട്ടിന്റെ പാർക്ക്, ഹോളി റോസറി ദേവാലയം, സെന്റ് ആംഗ്ലിക്കൻ ചർച്ച് എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര പുരോഗമിച്ചു. തുടർന്നുള്ള യാത്ര എഡ്വേർഡ് ബ്രണ്ണന്റെ ശവകുടീരവും സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയ ജവഹർഘട്ടിലുമായിരുന്നു. തലശ്ശേരി കോട്ട പരിസരം വഴി ആസാദ് ലൈബ്രറിയുടെ മുന്നിലൂടെ പിയർ റോഡിൽ എത്തിച്ചേർന്ന സംഘം തലശ്ശേരിയുടെ വാണിജ്യ പ്രതാപത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളായ പാണ്ഡികശാലകളിലുമെത്തി. ചരിത്രമുറങ്ങുന്ന കടൽപ്പാലം സന്ദർശിച്ച സംഘം തലശ്ശേരിയിൽ ആദ്യമായി മമ്പള്ളി ബാപ്പു കേക്ക് നിർമ്മിച്ചതിന്റെ സ്മരണ പുതുക്കി കേക്ക് മുറിച്ചു. തുടർന്ന് സർക്കസിന്റെ നാടായ തലശ്ശേരിയിൽ സർക്കസിന്റെ സ്മരണകൾ പുതുക്കി കളരിപ്പയറ്റ് പ്രദർശനവും നടത്തി. നിരവധി പേരാണ് വിവിധയിടങ്ങളിൽ യാത്രയുടെ ഭാഗമായത്. MP നിസാമുദ്ദീൻ, ശശികുമാർ കല്ലിടുമ്പിൽ, നാസർ ലാമിർ, PK സുരേഷ് തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 കണ്ണൂർ.